ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആർക്കെ വ്ളോഗ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് ആയിട്ടാണ്. മൈൻക്രാഫ്റ്റിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വില്ലേജിൽ വീടെടുത്തായിരുന്നു. ആ വീട് ഞാൻ ഒരു ദിവസം കയറിയായിരുന്നു. അപ്പോഴാണ് ഒരു ക്രീപ്പർ വന്നു എൻ്റെ അടുത്ത്. ആ ക്രീപ്പർ എൻ്റെ അടുത്ത് വന്ന് പൊട്ടിത്തെറിച്ചതും ആ വീട് മൊത്തത്തിൽ പോയി. പിന്നെ എനിക്ക് അതിൽ കയറാനൊന്നും പറ്റിയില്ല. അപ്പം ഞാൻ പുതിയൊരു വേൾഡ് തുടങ്ങി. അതാണ് ഈ വേൾഡ്. ഇതിൽ നമുക്ക് അടിപൊളി ഒരു സ്ഥലമെല്ലാം എടുക്കാം. ഇത് നല്ലൊരു സ്ഥലമാണ്. ഞാൻ ഒരു കാട്ടിലാണ് ജനിച്ചത്. ഞാനിപ്പോൾ ഇത് നല്ല പരന്ന സ്ഥലം നോക്കി വന്നതാണ്. അപ്പം നമുക്ക് ഈസി ആയിട്ട് എടുക്കാമല്ലോ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ ഇവിടെ ആയിട്ടൊരു വീട് എടുക്കാമെന്ന് വിചാരിക്കുന്നത്. ആദ്യം നമുക്ക് മരം മുറിച്ച് ആക്സും പിക്കാസും എല്ലാം ഉണ്ടാക്കിയിട്ട് മരം മുറിക്കാൻ പോകണം. വീടിന് മെയിനായിട്ട് ഞാൻ മരത്തിനെ കൊണ്ട് ഉണ്ടാക്കാനാണ് നോക്കുന്നത്. നമുക്ക് എന്തായാലും മരത്തിനെ കൊണ്ട് ഉണ്ടാക്കാം. നമുക്ക് ആദ്യം ഇതാക്കാം, ക്രാഫ്റ്റിംഗ് ടേബിൾ ആക്കിയിട്ട് നമുക്ക് എല്ലാം ഉണ്ടാക്കാം. ഓക്കെ, ഇനി ഇവിടെ വെച്ച് ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കട്ടെ. ആദ്യം ഈ മരം ഉണ്ടാക്കിയിട്ട് വേണം ക്രാഫ്റ്റിംഗ് ടേബിൾ ആക്കാൻ. ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കി ഒരു ആക്സും പിക്കാക്സും ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, വേഗം മരം എടുക്കണം. ഒരെണ്ണം ഇതും. അയ്യോ, മരം തീർന്നു. ഓക്കെ, ഒരെണ്ണം ഇത് കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് വീട്ടിനാവശ്യത്തിനായ മരങ്ങൾ മുറിക്കാൻ പോവാം. നമുക്ക് മരത്തിനെ കൊണ്ട് തന്നെ വീടുണ്ടാക്കുന്നതുകൊണ്ട് കുറേ മരം വേണ്ടി വരും. അതുകൊണ്ട് നമുക്ക് കുറേ മരം എടുക്കാൻ പോവാം. ഈ മലൻ്റെ അപ്പുറമെല്ലാം നല്ല മരം ഉണ്ടാവും. ഞാൻ ഈ മലയെല്ലാം കടന്നിട്ടാണ് ഇങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തിയത്. നമുക്ക് അവിടെ നിന്നുള്ള മരങ്ങളെല്ലാം മുറിച്ചിട്ട് നമുക്ക് വീടുണ്ടാക്കാം. ആദ്യം മുകളിൽ നമുക്ക് പോയി നോക്കാം. ഇവിടെ ഉണ്ടാകണ മരം, അങ്ങൊരു മരം കാണുന്നുണ്ട്. നമുക്ക് ആ മരമെല്ലാം മുറിച്ച് ഇവിടെയുള്ള എല്ലാ മൊത്തത്തിലുള്ള മരവും മുറിക്കണം. കുറേ ദിവസമായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. അതിനെ തൊട്ട് നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ മരമെല്ലാം ഒന്ന് മുറിക്കാം. മരം മുറിക്കട്ടെ. ഞാൻ ഈ മരം മൊത്തം ഒന്ന് മുറിക്കട്ടെ. ഈ മരം മൊത്തം മുറിച്ചിട്ട് കാണാം കേട്ടോ. ഇവിടെ കുറേ മരം മുറിക്കണം. കുറേ ഇത് മൊത്തം കാണിക്കാന്ന് കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ ലാഗ് അടിക്കും. അതുകൊണ്ട് മരം മുറിച്ചിട്ട് കാണാം. അപ്പം നമുക്ക് ഇഷ്ടം പോലെ മരം കിട്ടിയിട്ടുണ്ട്. ഒരു 64 കൂടുതൽ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇത്ര മതിയാവും. രാത്രിയായി. അപ്പം നമുക്ക് വേഗം പോവാം. സോംബീസ് എല്ലാം വന്നു കഴിഞ്ഞാൽ നമ്മളെ കടിച്ചതിനാൽ കഴിഞ്ഞ് നമ്മളെ കഥ. അയ്യോ, കുയിലാണ്. നമുക്ക് വേഗം പോവാം. എൻ്റെ ബെഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ആട്ടിനകത്ത് ഇതേ ഉള്ളൂ. ഇതൊരു ആടും കൂടി. അതിനെ വേഗം കൊല്ല്. ഇതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ബെഡ് ഉണ്ടാക്കാം. ഓക്കെ, എന്നിട്ട് വേണം കടന്നോളാം. അല്ലെങ്കിൽ സോംബീസോ നമ്മളെ പിടിച്ചോണ്ട് പോവും. നമുക്ക് വേഗം പോയിട്ട് ഇതുണ്ടാക്കാം. ഇവിടെ ആണല്ലോ നമ്മൾ ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടായിന്. അതവിടെയാണ്. ഓർത്തും എവിടെയാണ് ഞാൻ ഉണ്ടാക്കി വെച്ചിന് കാണുന്നത്. നമുക്ക് വേറെ ഉണ്ടാക്കാം. അത് ഈ മരം ഉണ്ടാക്കട്ടെ കുറച്ച്. നമുക്കിത് കുറേ ഉണ്ടാക്കണം, എന്നാലേ വീടുണ്ടാക്കാൻ പറ്റുള്ളൂ. ആദ്യം എന്നിട്ട് നമുക്ക് ഒരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഉണ്ടാക്കിയിട്ട് ക്രാഫ്റ്റിംഗ് ടേബിൾ ഒന്ന് എടുത്തിട്ട് എടുക്കാം. എൻ്റെ കൈമ കയറി. അയ്യോ, ഇതെവിടുന്ന് ഇപ്പം കയറി വന്നേ. ഇപ്പം ചത്തേനെ കണ്ടിട്ടില്ലെങ്കിൽ. ഞാൻ കൊല്ലാൻ എന്നിട്ടാണ് നമുക്ക് കടന്നു പറയാം. ഇപ്പം എല്ലാ സോംബീസും നമ്മളെ കൊല്ലാൻ വരും. ഇവന്ന് നിലത്ത് വേണോ? ഒരു ബെഡ് ഉണ്ടാക്കിയിട്ട് വേണം നമുക്ക് ഇതാക്കാൻ. ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെക്കാം. ഒരു ബെഡ് ഉണ്ടാക്കട്ടെ. ഒരു ബെഡ് ഉണ്ടാക്കിയിട്ടുണ്ടായി. ഇവിടെ എവിടെയും വെച്ചിട്ട് കിടക്കാം. ബാക്കി ഇപ്പം എല്ലാം ഈ സോംബീസൊന്നും നമ്മളെ കടിച്ച് കീറിയാണ്. ഇങ്ങനെ രാവിലെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ എല്ലാ പണിയും തുടങ്ങണം. വീടുണ്ടാക്കാൻ കുറേ പണിയുണ്ട്. ഇനി നമുക്ക് കുറേ മരം ഉണ്ടാക്കിയെടുക്കാം. ഇത് മൊത്തത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് കുറേ ഉണ്ടെങ്കിൽ ഒരു വീട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചെറിയ വീട് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതൊന്ന് ഫുള്ളാക്കിയെടുക്കണം. നമ്മളിപ്പോൾ കുറേ മരം മുറിച്ചായിരുന്നു. ഫുള്ളാക്കണം. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ ഈ മരം ഉപയോഗിക്കാം. എന്നാലേ നമുക്ക് ആവശ്യത്തിന് മരങ്ങളെല്ലാം ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമുക്ക് എന്നെ എടുക്കട്ടെ.
നമുക്കിതാ ഈ മരം തീരുന്നേരം വെക്കാം. അത്ര മതിയാവും. അതിന് വേണമെങ്കിൽ നമുക്ക് നോക്കിയാൽ പോരെ. മരം തീർന്നാൽ മരം മുറിച്ചിട്ട് വരും ചെയ്യാം. ഇതൊന്ന് ഫുള്ളാക്കി എടുക്കാം. അതാണ് ഇനി അയ്യോ പറ്റിയ ക്രീപ്പറാന്ന് തോന്നുന്നു ഗൈസ്. പൊട്ടിത്തെറിച്ചിടുക അർത്ഥം. വേഗം കയറിട്ട്. ക്രീപ്പറാന്ന് തോന്നുന്നു ഗൈസ്. ഇതേപോലെയാണ് എൻ്റെ കഴിഞ്ഞ വീടിന് സംഭവിച്ചത്. എൻ്റെ അടുത്താണ് പൊട്ടിത്തെറിക്കൽ. ആ വീട് മൊത്തത്തിൽ പോയി. പെട്ടെന്ന് എൻ്റെ ക്രാഫ്റ്റിംഗ് ടേബിളും പോയി. പക്ഷേ ബെഡ് കിട്ടി, അത് ഭാഗ്യം. ബെഡുണ്ട്, എല്ലാ സാധനങ്ങളുണ്ട്. പക്ഷെ ക്രാഫ്റ്റിംഗ് ടേബിൾ പോയി. നമുക്ക് വേറെ ഉണ്ടാക്കാം. ഇത്ര മരം മതിയാണ്. നമുക്ക് എന്തായാലും നല്ലൊരു സ്ഥലം കണ്ടെത്തിയിട്ട് വീടുണ്ടാക്കാം. ഇവിടെ മൊത്തത്തിൽ കുയ്യാണല്ലോ. നമ്മൾ എങ്ങനെ ഉണ്ടാക്കും? അതാ ഒരു ക്രീപ്പർ. പിന്നെ നമുക്ക് കളയല്ലേ, നമ്മൾ വീടുണ്ടാക്കിക്കാൻ അവിടെ ഒന്ന് പൊട്ടിത്തെറിക്കുമ്പോൾ ഇതിനെ പൊട്ടിച്ചളയാം. ഓക്കെ, അത് പൊട്ടിത്തെറിച്ച് ഇനി നമുക്ക് വേറെ എവിടെയും പോയി ഉണ്ടാക്കാം. വേറെ ക്രീപ്പർ കേസ്. ഇവിടെ മൊത്തം ക്രീപ്പറാണല്ലോ. ഇവിടെ വീട് എടുക്കണം. നമുക്ക് വേറെ എവിടെയും പോയി എടുത്താലോ? അഥവാ നമ്മളെ വീടാറ്റം വന്ന് പൊട്ടിച്ചാൽ പിന്നെ എടുക്കാൻ വയ്യ. നമുക്കിത് ഇങ്ങനത്തെ ഒരു സ്ഥലം നോക്കിയെടുക്കാം. ഫസ്റ്റത്തെ കല്ല് നമുക്ക് എടുക്കും. കല്ലെല്ലാം മരം. ഇനി വേറെ ക്രീപ്പറൊന്നും ഇല്ലല്ലോ. എൻ്റെ ലൈഫ് കുറവാണ്. നമുക്കിതായി പുല്ലിൻ്റെ ഉണ്ടാക്കാം. ഓക്കെ, ഇവിടെ തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇനി ഫുള്ളും വെക്കണം. നമുക്ക് ഒരു 4 അടിയാണോ അല്ലെങ്കിൽ 3 അടിയാണോ നമ്മൾ ഹൈറ്റ് വെച്ച് നോക്കാം. എത്ര ഹൈറ്റ് മതിയാവോ? ഒരു ഹൈറ്റ് മതിയാവും. അല്ലെങ്കിൽ നമ്മൾ തല മുട്ടും, വാർപ്പ് വരില്ല. അപ്പം നമ്മൾ തല മുട്ടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്ക് മുകളിൽ ഒരു ഇതും കൂടി വെച്ച് കൊടുക്കാം. ഇപ്പം കണക്കായി. ഇത് മതി, ഇത്ര മതിയാവും. ഓക്കെ, ഇവിടത്തുള്ള ഇതിൻ്റെ അകത്ത് ഓക്കെ. ഇങ്ങനെ വെച്ച് ഒരു 4 വെച്ച് ഒരു നീളം വരെ നമുക്ക് വെച്ച് പോവാം. എന്നാലേ നമുക്കൊരു ഇത് കിട്ടുള്ളൂ. നമുക്ക് ഇങ്ങനെ വെച്ചോണ്ട് അയ്യോ ഇത്ര ഹൈറ്റ് മതിയാവില്ലേ? അയ്യോ ഇത് സൈഡോട്ട് അതെല്ലാം ലാസ്റ്റ് എത്തിക്കാം. അത് നമുക്ക് വീടിന് ഒരു ദൂരം വെച്ച് കാണിച്ചെടുക്കാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് അങ്ങനെ തന്നെ വേഗം വെച്ചിടാം. മുകളിലത്തോടെ നമുക്ക് വേഗം വെച്ച് കൊടുക്കാം. ഇത്ര മതിയാവും. ഇത്ര ഇനി കുറച്ചും കൂടി വേണ്ട വരും. ഓക്കെ, കുറച്ചും കൂടി വേണ്ടി വരും. അപ്പം വീഡിയോ ചെറുതായി ഒന്ന് കട്ടാക്കിയതാണ് ഒരാവശ്യത്തിന്. നമുക്ക് ഫുള്ളും വെച്ചെടുക്കാം. ഇത്ര ദൂരം മതിയാവും. അവിടെ ഇത്ര വരെ പോകുമ്പോൾ നമുക്ക് ഇവിടെ ഒരു 2 അട്ടയും കൂടി വെച്ചെടുക്കാം. ഇത്ര മതിയാവും. ഇത്ര നീളം വെച്ച് കൂടിപ്പോകും. ഒരു 2 മതിയാവും. ഇത് ഇവിടെ പൊട്ടിക്കുമ്പോൾ അപ്പുറത്ത് ഇവിടെ വെക്കുന്നത് ഇതാണല്ലോ. അത് നമുക്ക് ഇവിടെ മൊത്തത്തിലൊന്ന് ആക്കിയെടുക്കാം. ഓക്കെ, ഇത്ര മതിയാവും. ഇത്ര ദൂരം മതിയാവും. അല്ലെങ്കിൽ നമ്മളെ വീട് ഒരാളുള്ളൂ. ഇതിന് ഇത്ര വലിയ വീട്. ഓക്കെ, ഇത്ര മതിയാവും. ഇനി നമുക്ക് 4 വെക്കാം ഫുള്ളും. ഇവിടെ മൊത്തം കംപ്ലീറ്റ് ആക്കട്ടെ. അവിടെ ഒന്നും കൂടി. ഇനി അപ്പുറത്ത് പോയിട്ട് അയ്യോ ഇത് വീണാല പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് കയറാൻ വേണ്ടി വല്ലാണ്ട് പണിയാണ്. നമുക്കിത് ഇങ്ങനെ കയറിപ്പോകേണ്ടി വരും. അവിടെ ഒന്ന് വെച്ചിട്ട് ഈ സ്റ്റെപ്പ് പോലെ ഇവിടെ കാറ്റി കയറാം. ഇനി ഇങ്ങനെ ആക്കാം. ഇത് ഫുള്ളും വെച്ചെടുക്കണം. കുറേ സമയം എടുക്കും. ഇതെല്ലാം ഒന്ന് ഫുള്ളും വെക്കട്ടെ. ഇങ്ങനെ കാര്യം ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്തവർ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അത്രേ ഉള്ളൂ. വേറെ ഒന്നും കമൻറ്റ് ചെയ്യാത്തവർ കമൻറ്റും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് ഫുള്ളൊന്ന് വെച്ചെടുക്കാം. ഇനി അപ്പുറത്തോട്ടേക്ക് വീതിയും വേക്കണം. അല്ലാണ്ട് നമുക്കിത് പറ്റും. ഒരു ഇതാക്കി എടുക്കണം. അല്ലെങ്കിൽ നമുക്ക് മതിൽ വെക്കുമ്പോൾ ആ സൈഡിൽ കണ്ടോ ഒരു കല്ല് മണ്ണെല്ലാം അങ്ങനെ അതെല്ലാം പൊട്ടിച്ചെടുത്തിട്ട് വേണം നമുക്ക് മതിൽ വെക്കാൻ. അപ്പോൾ അതെല്ലാം നമുക്ക് അടുത്ത വീഡിയോയിൽ പൊട്ടിച്ചെടുക്കാം. ആദ്യം നമുക്ക് ഈ വീടുണ്ടാക്കുന്ന ഈ വീഡിയോ കൊള്ളുമെന്ന് പോലും അറിയില്ല. ആദ്യം നമുക്ക് ഈ വീടുണ്ടാക്കുന്നത് നോക്കി വെക്കാം. ഇവിടുന്ന് തുള്ളിയെ ചാവുമോ? തുള്ളി നോക്കാം. ഞാൻ ഉറങ്ങിയ ബെഡ് പൊട്ടിച്ചു തരില്ലേ? അയ്യോ, ഞാൻ ജനിച്ച ഇപ്പം അങ്ങനെ ഇങ്ങോട്ടേക്ക് വരണ്ടേ?
ഇത് ഗൈസ് ഏതോ കാട്ടിലിതാ, ഈ കാടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഏതോ ഒരു കാട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് ഗൈസ്. ഞാൻ സ്ഥലം നോക്കട്ടെ, ഞാൻ അങ്ങോട്ടേക്കാണ് പോയ ഗൈസ്. ഞാൻ സ്ഥലം ഒന്ന് നോക്കട്ടെ ഗൈസ്. ഞാൻ സ്ഥലം നോക്കിയിട്ട് അവിടെ എത്തിയിട്ട് ആവുകയാണെങ്കിൽ ഞാൻ വീഡിയോ എടുക്കാം. ഓക്കെ, നോക്കട്ടെ, ആവുകയാണെങ്കിൽ വീഡിയോ എടുക്കാം. ഗൈസ് എനിക്ക് ഞാൻ കുറേ നട്ടന്നിട്ട് എൻ്റെ ഇത് കിട്ടി, എൻ്റെ സ്ഥലം. ഞാൻ വന്ന വഴിയിൽ ഒന്ന് ഇതാക്കി നോക്കിയിട്ട് നടന്നപ്പോൾ ഞാൻ എൻ്റെ ഇത് പൊങ്ങിക്കണ്ടു. ഞാൻ ഓടി വന്ന് ഇവിടെ എത്തി, സാധനം എടുത്തിട്ടുണ്ട്. ഇനി നോക്കണം, ആദ്യം ഒന്ന് കടന്ന് ഇതാക്കണം, റീസ്പോൺ ആക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പിന്നെയും ചത്തേനെ എവിടെയെങ്കിലും ആയിരിക്കും ആകുക. ഇത് ഫുള്ളൊന്ന് ആക്കിയെടുക്കട്ടെ. ആ സൈഡിലെല്ലാം നമുക്ക് ലാസ്റ്റ് ഒട്ടിക്കാനേ സമയം പോകും വെറുതെ. ഓക്കെ, ഇവിടെ എല്ലാം ഒന്ന് പൊട്ടിച്ചെടുക്കാം. നമുക്കൊരു നീളം വെച്ച് വെക്കണം, എന്തെങ്കിൽ നമ്മൾ വെക്കുമ്പോൾ തെറ്റിപ്പോയാൽ വീടിൻ്റെ നീളം കൂടിപ്പോവും. പിന്നെ ഒരു കാര്യം, ഈ സ്ഥലം എടുക്കാൻ കാരണം നമ്മൾ വീട്ടിൻ്റെ മുമ്പിൽ തന്നെ ഒരു കടലുണ്ടാവും, നല്ല രസമായിരിക്കില്ലേ. മുകളിൽ നമുക്ക് ബാൽക്കണിയെല്ലാം ഉണ്ടാക്കാം ഗൈസ്. 2ാം നിലയിൽ എടുക്കും ഞാൻ ഉറപ്പായിട്ടും. നമുക്കൊരു വില്ല പോലെ ഉണ്ടാക്കാം ഗൈസ് ഈ സ്ഥലം മൊത്തം. ആദ്യം ഞാൻ വിചാരിച്ചു വില്ലേജിൽ വീടെടുക്കാം. പിന്നെ ഈ വില്ലേജസ് ഉണ്ട്, അവിടെ കുറേ സോംബീസ് വരും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വില്ലേജിലല്ലേ ഞാൻ വീടെടുത്തതുകൊണ്ട് ഫുൾ സോംബീസ് ആയതുകൊണ്ട് ഞാൻ വില്ലേജിൽ വേണ്ട വെച്ചു. അപ്പോൾ ഇവിടെയെല്ലാം അടിപൊളിയാക്കി എടുക്കാം. ഇനി ഇത് ഫുള്ളാക്കണം. ഞാൻ ഈ ഫുള്ളൊന്ന് ആക്കിയെടുക്കട്ടെ ഗൈസ്, എന്നിട്ട് കാണാം. ഗൈസ് കുറേ സമയം എടുത്തിട്ട് ഈ വീട് ഫുള്ള് ഞാൻ ആക്കിയിട്ടുണ്ട്. ഇതാ മേൽക്കൂരയും ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുള്ളും ആക്കണം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയിട്ട് നമുക്ക് വെളിച്ചം വേണ്ട ടോർച്ച് ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാൻ കോൾ എടുക്കാൻ വേണ്ടി കുറേ സമയം പോയി. അങ്ങനെ കുറേ സമയം പോയി. 2 രാത്രിയൊക്കെയായി. ഇതിപ്പോൾ 3ാമത്തെ രാത്രിയാണ് ആകാൻ പോകുന്നത്. ഇനി നമുക്ക് ഇത് പോയി വാതിലുണ്ടാക്കാം. അത് നമുക്കൊരു വാതിലുണ്ടാക്കട്ടെ. വാതിലവിടെ ഒരു 2 വാതിലേ. അയ്യോ, ഞാൻ 6 ഉണ്ടാക്കി പോയി. ഞാൻ വെച്ചിട്ട് ഒരെണ്ണം ഉണ്ടാക്കാൻ പറ്റുള്ളൂ, 6 ആയിപ്പോയി. പിന്നെ എന്ത് ഡോറാറ്റം പൊട്ടിപ്പോയി, നമുക്കത് വെച്ചെടുത്താൽ പോരെ. നമുക്കത് എടുക്കാം. ഈ ഡോറ് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേഗം കടന്നുറങ്ങണേ. ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല ഗൈസ് ഈ വീട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. റിയൽ ലൈഫിൽ ഉറങ്ങുന്നത്, ഈ മൈൻക്രാഫ്റ്റിൽ ഉറങ്ങുന്നത്. പിന്നെയും ചത്ത്. ഞാൻ ഒരു പ്രാവശ്യം ഉറങ്ങിയിട്ടില്ല. ഇവിടെ ബെഡ് വെച്ചതിന് ഗൈസ്. അയ്യോ, ഫുൾ സോംബീസ്. എൻ്റെ വീട് ഞാൻ അപ്പുറത്തൊരു ഓട്ടോ ഇട്ട് കൊടുത്തിനേന് നേരത്തെ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് ഗൈസ്. ഫുള്ളും പോയി, പണി കിട്ടി ഗൈസ്. ഇപ്പം എന്ത് ചെയ്യും ഇനി ഞാൻ? അയ്യോ, എനിക്ക് എണീച്ച് ഒന്നും കാണുന്നൊന്നുമില്ല. അപ്പം ഇന്നും കാണുന്നൊന്നുമില്ല. അയ്യോ, സോംബീസിനെ പോലെ കടന്നുറങ്ങാനും പറ്റുന്നില്ല. അയ്യോ അയ്യോ അയ്യോ, എവിടെ വീടുന്നല്ല സോംബീസ് അടിക്കുന്നതൊന്നും കാണുന്നില്ല. ഇതാണെങ്കിൽ കടന്നുറങ്ങാനും പറ്റുന്നില്ല. പക്ഷേ ഇപ്പം നമ്മൾ എത്ര പ്രാവശ്യം ചാകുന്നു, നമ്മളെ ഇതൊന്നും കാണുന്നില്ല. പുറത്തേക്ക് ഇറങ്ങിയാലോ, ഡോറെടുത്തു. അയ്യോ, പിന്നെയും ചത്തോണ്ടേ ഇരിക്കുന്നു. സോംബീസെല്ലാം വീഴുന്നതായിരുന്നു തിരിയുന്നില്ല. കൊടുത്തു, ഞാൻ ഫുള്ള് ഇരുട്ടായി. അയ്യോ അയ്യോ അയ്യോ, ഫുള്ള് അടിയാണ് ഗൈസ്. ഒന്നും നടക്കുന്നതൊന്നും തിരിയുന്നില്ല. ഇതാണ് കടന്നുറങ്ങാനും പറ്റുന്നില്ല. പിന്നെയും ചത്തോണ്ടിരിക്കുക. ഇതെന്ത്? നേരെ പുറത്തോട്ട് പോവുക. ഉള്ളിൽ മൊത്തം സോംബീസാ ഗൈസ്. ഇതൊക്കെ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി വരുന്ന സോംബീസിൻ്റെ എണ്ണം നോക്ക്. ഇതേതായി കുട്ടി സോംബി. അതിനെ വള്ളത്തിലിട്ട് വെച്ചിട്ട് നമുക്ക് മുകളിലോട്ട് പോവാം. അയ്യോ, എൻ്റെ പുറകെ മൊത്തം സോംബീസാണ്. ഈ ഡോർ തുറക്കട്ടെ, തുറക്ക. അയ്യോ, ഇതിൻ്റെ ഉള്ളിലും പിന്നെയും സോംബീസ്. അയ്യോ, കടിക്കാൻ വേണേ. ഉറങ്ങി നോക്ക്. ഇത് ഉറങ്ങാനും പറ്റുന്നില്ല. അയ്യോ, ഗൈസ്, ഞാനിങ്ങനെ ഒരു ടോർച്ചെല്ലാം ഉണ്ടാക്കിയിട്ട് ചുറ്റും വെച്ചിട്ട്
എല്ലാ സോംബീസിനും ഇരുന്നടിച്ച്. അങ്ങനെ ഇപ്പോൾ രാവിലെ ആയിട്ട് ഞാൻ നേരെ പോയി കടന്നുറങ്ങി. ഇപ്പോൾ രാവിലെ ആയിട്ടുണ്ട്. ഇതൊന്നും പൂട്ടിയൊക്കെ ടീയിൽ കൂടെയാണ് നമ്മൾ ആ സോംബി കയറിയാണ്. നമുക്ക് മുമ്പിൽ വായിലൊക്കെ ഇത് പുറകു വശം പോലെ ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് ഇവിടെ ആയിട്ട് മുമ്പ് വായിലുണ്ടാക്കാം. ഇതിൻ്റെ ഉള്ളിൽ കുറേ ക്ലീൻ ആക്കാനെല്ലാം ഉണ്ട്. പുല്ല് പറിക്കാനും ഇതിൻ്റെ ഉള്ളിൽ ആ കട്ടെല്ലാം പൊട്ടിച്ച് കളയണം. അതിലൊന്ന് ലെവലാക്കി നമ്മൾ താഴെ ടൈൽസ് കൊടുത്തെല്ലാം ഇടണം. അതിനെല്ലാം നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം. നമുക്ക് ഇവിടെ ഈ മുമ്പ് വശമായിട്ട് നമുക്ക് ഈ വീടിൻ്റെ ഇതുണ്ടാക്കാം. അപ്പോൾ നമുക്ക് ഈ വായിലൊട്ടിച്ച് നടുക്കായിട്ട് വെച്ചെടുക്കാം. ഇവിടെ മൂടാം. നടുക്കായിട്ട് വെച്ചെടുക്കുക. എന്നാലേ കയറുമ്പോൾ രസമുണ്ടാവും. ഇവിടെ 2 വെച്ചെടുക്കുക. ഈ വശമാകുമ്പോൾ നല്ല രസമായിരിക്കും. ഈ വീട്ടിൻ്റെ നടുക്കൊരു വായിൽ വെച്ച് തന്നെ ഞാനൊന്നും പൊട്ടിക്കില്ല. അതിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ പൊട്ടിച്ച് സീനാക്കി എല്ലാം വെച്ചെടുക്കണം. ഓക്കെ, ഇവിടെ ആയിട്ട് നമുക്ക് ഡോർ വെച്ചെടുക്കാം. രാവിലെ ആയപ്പോൾ ഒരു സമാധാനമായി. ഇവിടെ പൊട്ടിച്ച് നമുക്ക് ആ മരത്തിൻ്റെ സാധനം വെച്ചെടുക്കാം. ഇപ്പം അവിടെ ഡോർ വെച്ചെടുക്കാം. ഡോർ കൊടുത്ത് ഡോർ തന്നെയുണ്ട്. എല്ലാ സാധനവും നേരത്തെ നമ്മൾ ചത്തപ്പാടത്തന്നെ ഉണ്ടായിരുന്നു. ഭാഗ്യം നേരത്തെ ഉറങ്ങി, അല്ലെങ്കിൽ നേരത്തെ പോലെ തന്നെ പുറത്ത് പോയാൽ. ഇപ്പോൾ ഫുൾ സെറ്റായിട്ടുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇത് ഫുൾ ക്ലീൻ ആക്കേണ്ടി വരും. ഈ വീട്ടിൻ്റെ ഉള്ളിൽ അടിയിൽ ടൈൽസ് പോലത്തെ അങ്ങനത്തെ ഓരോന്ന് വെക്കണം. ഇതിൻ്റെ സൈഡെല്ലാം കണ്ടോ, അതെല്ലാം ആക്കണം. പിന്നെ നമ്മളെ ഗേറ്റെല്ലാം വെച്ച് കൊടുക്കണം. അല്ലെങ്കിൽ ഇപ്പോഴത്തെ പോലെ സോമ്പിൻ്റെ ഉള്ളിൽ വന്നിട്ട് നമ്മൾ അടിച്ച് ഇതാക്കിയിടും. പിന്നെ നമുക്ക് ഇവിടെ 2ാം നില എടുക്കണം. അതെല്ലാം ആണ്. പിന്നെ ഇവിടെ വേറെ വീട് എടുക്കണം. വില്ലേജ് പോലെ അങ്ങനെയൊക്കെ ഉണ്ട്. നമുക്ക് അതെല്ലാം നോക്കി ഓരോ പാർട്ടുകളാക്കി ചെയ്ത് അതെല്ലാം. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. ഈ അടുത്ത വീഡിയോ ഉടനെ വരും. ഞാൻ നോക്കട്ടെ ഇന്ന് തന്നെ ഇടാൻ പറ്റില്ലെങ്കിൽ നാളെ ഇടും. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.